ഇവളിതെവിടെ പോയി കിടക്കുക? ഇനി ഫസ്റ്റ് നൈറ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോയി കാണോ? ഏയ്, അതൊക്കെ മറക്കുമോ? ഹലോ. ആ, വന്നോ? മമ്മയോ? അതെ, മമ്മ തന്നെ. അല്ല, എൻ്റെ മോൻ ഇതുവരെ ഉറങ്ങാൻ സമയമായില്ലേ? അത് പിന്നെ ദിയ ഇതുവരെ വന്നില്ല. അതെയോ? എന്നാലേ പൊന്നുമോൻ അവളെ നോക്കിയിരുന്ന് വെറുതെ ഉറക്കം കളയണ്ട. ഇന്നു മുതലേ അവൾ നന്ദുവിൻ്റെ കൂടെ കിടക്കുന്നത്. നന്ദുവിൻ്റെ കൂടോ? അതെ, നന്ദുവിൻ്റെ കൂടെ തന്നെ. നിങ്ങളുടെ രണ്ടുപേരുടെയും പഠിത്തമൊക്കെ കഴിയുന്നത് വരെ അവൾ നന്ദുവിൻ്റെ റൂമിലായിരിക്കും. അതെങ്ങനെ ശരിയാവും? തൽക്കാലം അതേ ശരിയാവും. ആദ്യം എൻ്റെ പൊന്നുമോൻ പഠിച്ച് പാസ്സാവാൻ നോക്ക്, എന്നിട്ട് നമുക്ക് കുടുംബം നടത്താം. ഇനി ഒരുപാട് സമയം കളയാതെ ലൈറ്റ് ഓഫ് ആക്കി കിടക്കാൻ നോക്കടാ. ഓ, ആറ്റ് നോറ്റിരുന്നൊരു കല്യാണം കഴിച്ചതാ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇനിയിപ്പോൾ എന്തെടുക്കാനാ, കിടന്നുറങ്ങാൻ നോക്കാം. ഹായ്. ഹായ്. തനിക്ക് വീടൊക്കെ ഇഷ്ടമായോ? അല്ല, എന്നോടൊന്നും ചോദിക്കാനില്ലേ തനിക്ക്? ഞാൻ എന്ത് ചോദിക്കാനാ? അത് കൊള്ളാം. അപ്പോൾ തനിക്കെന്നെ കുറിച്ച് ഒന്നും അറിയണ്ടേ? എടോ, പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ. എടോ, ഞാൻ തന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് പേടിയാ. എടോ ചാരു, അതിന് താനെന്തിനാ കരയുന്നേ? ഞാനും ഒരു മനുഷ്യനാടോ, ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. ഓ ഗോഡ്, ദൈവത്തെ ഓർത്ത് താനൊന്ന് കരയാതിരിക്കുക. ഇങ്ങനെ കരഞ്ഞാൽ തനിക്ക് വല്ല അസുഖവും വരും. പ്ലീസ്, ഞാൻ തൻ്റെ കാല് പിടിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം മാത്രമേ പറയാവൂ. തനിക്ക് ഈ മാരേജിന് സമ്മതമായിരുന്നോ? എന്തെങ്കിലും ഒന്ന് പറയടോ, അല്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അത് എനിക്ക് മാരേജിന് ഇഷ്ടമല്ല. പിന്നെന്തിനാ താൻ മാരേജിന് സമ്മതിച്ചത്? തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഈ മാരേജ് മതിയെന്നാണല്ലോ ഞാൻ തൻ്റെ അച്ഛനോട് പറഞ്ഞത്. അത് അച്ഛൻ എന്നോട് ചോദിക്കാതാ നിങ്ങൾക്ക് വാക്ക് തന്നത്. എന്നിട്ട് താനെന്താ അത് മാരേജിന് മുമ്പ് പറയാതിരുന്നത്? അച്ഛൻ പറഞ്ഞു ആരോടും പറയരുതെന്ന്. അച്ഛന് വിഷമമാകാതിരിക്കാനാ ഞാൻ സമ്മതിച്ചത്. ഓ, അങ്ങനെ ഒരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനുള്ളതാണോ തൻ്റെ ലൈഫ്? ഷെടാ, താൻ ആദ്യം കരച്ചിലൊന്നും നിർത്തടോ. താൻ ഇത്ര സെൻസിറ്റീവ് ആയാലോ? ഇത്ര ധൈര്യമില്ലാത്ത ആളാണോ പ്രൊഫസറാകാൻ പോകുന്നത്? ഇങ്ങനെ തുറച്ച് നോക്കണ്ട. തൻ്റെ A to Z കാര്യമേ ദിയ പറഞ്ഞെനിക്കറിയാം. എന്നാലും താൻ ഇത്ര ക്രൈ ബേബിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ദിയ പറഞ്ഞ അവളുടെ ചേച്ചി സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാ. ആ ആളാ ഇപ്പം എൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയുന്നത്. ഓക്കെ, തനിക്കിപ്പം സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. എപ്പോഴാണോ കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അപ്പം മാത്രം സംസാരിച്ചാൽ മതി. നല്ല ക്ഷീണം കാണില്ല തനിക്ക്. താനെന്നാ കിടന്നോ. താൻ പേടിക്കണ്ടാടോ, താൻ പോയി ബെഡിൽ കിടന്നു. ഞാൻ ആ കോച്ചിൽ കിടന്നോളാം. അതെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ വാ തുറന്ന് എന്തെങ്കിലും ഒരു റിപ്ലൈ തരുമോ? ഓക്കെ. ഗുഡ് നൈറ്റ്.
ആൻറ്റിയോ? അത് അത് ഞാൻ ദേ, മര്യാദയ്ക്ക് എന്നെ അമ്മാന്ന് വിളിച്ചോണം. ആൻറ്റി എന്നെങ്ങാനും ഇനി വിളിച്ചാൽ നിനക്ക് നല്ല ചുട്ട അടി കിട്ടും. സോറി ആൻറ്റി. ഉം. അല്ല, അമ്മ. അല്ല, മോൾക്ക് ചായ ആണോ അതോ കോഫിയാണോ വേണ്ടത്? അയ്യോ, ഞാനുണ്ടാക്കാം. അതെന്താ, ഞാൻ ഉണ്ടാക്കിയ നീ കുടിക്കില്ലേ? അതുകൊണ്ടല്ല. ആ, അമ്മ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? സാരമില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ. അതിന് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചോളാം. ആഹാ, ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കാതെ മര്യാദയ്ക്ക് ചായ വേണോ കോഫി വേണോ എന്ന് പറ. എനിക്ക് ചായ മതി അമ്മ. പിടിച്ചേ, ഇത് മോക്കുള്ള ചായയും ഇത് അവനുള്ള കോഫിയും. കോഫിയോ? ആ, നിന്റെ ചെറുക്കൻ കോഫി മാത്രമേ കുടിക്കൂ. ചെല്ല്, മോള് കൊണ്ട് കൊടുത്തിട്ട് വാ. ഞാനോ? പിന്നല്ലാതെ. ഇനിതേ അവൻ്റെ ഒരു കാര്യം ഞാൻ നോക്കില്ല, അവനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചേക്കുക. അതെ. ഹലോ ഹലോ, കോഫി വേണ്ടേ? അതെ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഹലോ, അതെ. ഒരു 5 minutes കൂടെ മമ്മ. അത് പിന്നെ മമ്മയല്ല, ഞാനാ. ആ, താനായിരുന്നോ? സോറി. അമ്മ പറഞ്ഞു കോഫി കൊണ്ടുതരാൻ. ആ, താങ്ക്സ് എടോ. അല്ല, താൻ ചായ കുടിച്ചോ? ഞാൻ താഴേക്ക് പൊക്കോട്ടെ? അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ദേ നോക്ക്, തൻ്റെ വീട്ടിലെ കൂട്ടി ഇവിടെ ആരും തന്നെ നിയന്ത്രിക്കാൻ വരില്ല. തനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഇവിടെ ചെയ്യാം. അതിന് താൻ ആരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ശരി എന്നാ. ആ, ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് അച്ഛാ. അച്ഛൻ ചായ കുടിച്ചോ? അതൊക്കെ ഞാൻ കുടിച്ചു. മോള് കുടിച്ചോ? കുടിച്ചു. ആ, ചാരുമോളെ, മോക്ക് എന്താ കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് അമ്മയോട് പറയണം. അതുപോലെ ദിയമോട് ഇഷ്ടമെന്ന് നിനക്കറിയാലോ, അതും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അയ്യോ, അത് സാരമില്ലമ്മ, ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ആഹാ, അത് കൊള്ളാലോ. നിന്നെ ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യിക്കാനല്ല എൻ്റെ ചെറുക്കൻ ഇങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്. പിന്നെ കുറച്ച് പണിയൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പണി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കരുത്. അത് തന്നെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അമ്മ. മനുഷ്യനായി ഇങ്ങനെയൊക്കെ പണിയെടുക്കാൻ പാടുണ്ടോ? ആ, അതെ അതെ. അതുപോലെ തന്നെ മനുഷ്യനായ ചുമത തിന്നും കുടിച്ച് ഉറങ്ങി നടന്നാൽ മാത്രം പോരാ. ആഹാ, അത് പൊളിച്ച്. എന്തായാലും ഇവക്ക് രണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു. നീ പോട ചേട്ടനേടി. എടി, നീ എന്തുവാടി എന്നെ വിളിച്ചേ? ചേടാ, രാവിലെ തന്നെ തുടങ്ങിയല്ലോ രണ്ടും കൂടി. എന്ത് രസമല്ലേ ചേച്ചി ഇവിടെ? അല്ല, ചേച്ചി എല്ലാവരോടും മിണ്ടിയോ? മിണ്ടി. ആ, ഇതെന്ത് പറ്റി? എൻ്റെ ചേച്ചിക്ക് വോൾട്ടേജ് തീരെ കുറവാണല്ലോ. ആ, അതൊക്കെ ശരിയാവുന്നേ. പവർ സപ്ലൈ നല്ലതുപോലെ വരുമ്പോഴേ വോൾട്ടേജൊക്കെ താനേ വന്നോളും, അല്ലേ ചേട്ടത്തി? ആ, വിക്കി, ഭക്ഷണം കഴിഞ്ഞിട്ടേ
നിങ്ങൾ 4 പേരും പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ. ശരി മമ്മ. ആഹാ, എന്നാ ഞാനും വരുന്നത്. ഏയ് അതൊന്നും പറ്റില്ല, കൊച്ചുകുട്ടികളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. മമ്മ. അടങ്ങിയിരിക്കും പെണ്ണെ. അവർ പുതുമോടികൾ പുറത്തു പോകുമ്പം നീ എന്തിനാ അവരുടെ കൂടെ പോകുന്നത്? അത് സാരമില്ലമ്മ, അവളും കൂടെ വന്നോട്ടെ. കൊണ്ടോ, വലിയേട്ടത്തിക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. എൻ്റെ പൊന്ന് ചേച്ചി, സ്നേഹം കൊണ്ട് ഞാൻ പറയുക, ഇവളെ അടുപ്പിക്കുന്നതൊക്കെ കുറച്ച് സൂക്ഷിച്ചും കണ്ടും വേണം. ഗുഡ് മോർണിംഗ്. തിരിച്ച് വിഷയയില്ലേ? ഗുഡ് മോർണിംഗ്. അമ്മ, അമ്മയുടെ ഫോട്ടോ? അതെ, ഇത് തൻ്റെ അമ്മയുടെ ഫോട്ടോ തന്നെ. പിന്നെ ഇതങ്ങനെ ഷെൽഫിൽ ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല. ഏയ്, താനെന്തിനാടോ കരയുന്നത്? എടോ പ്ലീസ്, ഇങ്ങനെ കരയാതെ. അത് പിന്നെ പേടിച്ചിട്ടാ ഞാനത് ഒളിച്ചു വെച്ചത്. അവിടെ വീട്ടിൽ ഇങ്ങനൊന്നും ചെയ്യാൻ ചെറിയമ്മ സമ്മതിക്കില്ല. എൻ്റെ അമ്മ ലക്ഷണക്കേടാണ് ചെറിയമ്മ പറയുന്നത്. താൻ എന്തിനാടോ ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ദേ, ഞാൻ പറഞ്ഞതാ, ഇത് തൻ്റെ വീടാ, ഇവിടെ തനിക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാന്ന്. താൻ ഇനി പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് എന്തിനാ വെറുതെ സങ്കടപ്പെടുന്നത്? അത് പിന്നെ താങ്ക് യു. ഓ, ഞാനതങ്ങ് വരവ് വെച്ചേക്കുന്നു. എൻ്റെ പൊന്നു മോളെ, വയറ് നിറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. കോലം കണ്ടില്ലേ, എല്ലും തോലും പോലെ ഇരിക്കുന്നത്. പെൺകുട്ടികളായാലേ കുറച്ചൊക്കെ ആരോഗ്യം വേണം. അയ്യോ, എനിക്ക് മതി അമ്മ. ആഹാ, അത് പറഞ്ഞാൽ പറ്റില്ല. നീ ഇത് മുഴുവനും കഴിച്ചേ പറ്റൂ. മര്യാദയ്ക്ക് വാ തുറക്ക് പെണ്ണേ. അതങ്ങോട്ട് വാങ്ങി കഴിക്കുമോളെ. സത്യമായിട്ട് എനിക്ക് മതിയായിട്ടാ അച്ഛാ. ഷെടാ, അതിന് നീ എന്ത് കഴിച്ചെന്നാ? ഞാൻ നിർബന്ധിച്ചപ്പോഴല്ലേ നീ കുറച്ചെങ്കിലും കഴിച്ചത്. ആ, ഞാൻ കഴിച്ചില്ലെന്നോ? 1/2 മണിക്കൂറായില്ല ഞാനിത് കഴിക്കാൻ തുടങ്ങിയിട്ട്.
ഉം, അത് ശരിയാ. ഇവിടെ നീ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. പക്ഷേ കഴിക്കാൻ തുടങ്ങിയത് ഞാൻ നിർബന്ധിച്ചതിന് ശേഷമാ. ആ നമ്മൾ ഇവിടൊക്കെ ഉണ്ട്. ഏട്ടത്തിമാര് വന്നതിന് ശേഷം എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. നിനക്കെന്താടി കൈയില്ലേ? വേണമെങ്കിൽ എടുത്തങ്ങോട്ട് കഴിക്ക്. നന്ദു, നീ പറഞ്ഞ നേരാടി. മരുമക്കൾ വന്നതിന് ശേഷം മമ്മയ്ക്ക് നമ്മളെ വേണ്ട. ആണെങ്കിലേ കണക്കായിപ്പോയി. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അമ്മ, ഞാനിപ്പോൾ എത്ര ഹാപ്പിയാണെന്നറിയോ. ഇവിടെ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരമ്മയും അച്ഛനും പിന്നെ നന്ദൂട്ടി എന്ന് പറയുന്ന ഒരനിയത്തിയും പിന്നെ ഒരനിയനും. എല്ലാവരും ശുദ്ധ പാവങ്ങളാണ്. ഞാനെന്ന് വെച്ചാൽ അവർക്കൊക്കെ ജീവനാ. അവരെല്ലാം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടമ്മ. അമ്മയെന്ന് വിളിക്കാൻ എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ലെന്ന് ആലോചിച്ച് ഞാൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ. ചെറിയമ്മ അമ്മയെന്ന് വിളിച്ചപ്പോഴൊക്കെ അവരെന്നെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടുത്തെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ എന്തിനാണെന്നറിയോ? ആൻറ്റി എന്ന് വിളിച്ചതിന്. അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലേ എനിക്ക് അടി വാങ്ങുമെന്ന് പറഞ്ഞു. ആ ഒരു നിമിഷം ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു അമ്മയുടെ ചാരുവിന്. ഈ ലോകത്ത് എനിക്ക് സ്വന്തമെന്ന് പറയാനും എന്നെ മകളായി ചേർത്ത് പിടിക്കാനും അങ്ങനെ എനിക്കൊരു അമ്മയെ കിട്ടി. അമ്മ മാത്രമല്ല കേട്ടോ, ഒരു കുടുംബം തന്നെ ഉണ്ട്. അവരൊക്കെ എന്നെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുക. ഇത്രയും നാൾ ഞാൻ സങ്കടം കൊണ്ടാ കരഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ സന്തോഷം കൊണ്ടാ അമ്മ കരയുന്നത്. ഏയ് ചാരു, എന്തു പറ്റിയടോ? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ. അപ്പോൾ വെറുതെയാണോ ഈ കണ്ണുകൾ നിറഞ്ഞത്? അത് സന്തോഷം കൊണ്ടാ. ആഹാ, അത് കൊള്ളാലോ. സങ്കടം വന്നാലും സന്തോഷം വന്നാലും തനിക്ക് കരയാനേ അറിയുള്ളൂ. വല്ലപ്പോഴും ചിരിക്കുക കൂടി ചെയ്യാം. ദാ ഇത് തനിക്കുള്ളതാ. ഇതൊക്കെ എന്താ? ഇതൊക്കെ ബുക്സാ. എന്തേ, കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? അല്ല, ഇതൊക്കെ എന്തിനാ എനിക്ക്? അതെന്താന്ന് വെച്ചാലേ നാളെ മുതൽ താൻ ക്ലാസ്സിന് പോകല്ലേ. സോ തനിക്കിതൊക്കെ ആവശ്യമായിട്ട് വരും. ഞാനോ? പിന്നെ താനല്ലാതെ വേറെ ആരാ? ദിയയും വിക്കിയും പഠിക്കുന്ന കോളേജിൽ തനിക്ക് ഞാൻ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. നാളെ മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം എങ്ങനാ, ക്ലാസ്സിന് പോവല്ലേ? PGക്കോ? അത് എനിക്ക്. പക്ഷേ അതിന് ഞാൻ അതിന് താൻ അപ്ലൈ ചെയ്യണമെന്നില്ലല്ലോ. ഞാൻ ചെയ്താലും അഡ്മിഷൻ കിട്ടും. പക്ഷേ ഇതൊക്കെ എങ്ങനെ? ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഓ ഗോഡ്, ഇനി താൻ അത് ആലോചിച്ച് തല വയ്ക്കണ്ട. തനിക്ക് പഠിക്കാൻ പോകണമെന്നല്ല ആഗ്രഹം. തൻ്റെ ചെറിയമ്മ അതിന് സമ്മതിക്കില്ലെന്നറിയാം. അതുകൊണ്ടാണ് ദിയെ വെച്ചിട്ട് തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ നൈസായിട്ട് ചൂണ്ടിയത്. തന്നോട് ചോദിക്കാതെ ചെയ്തത് കുറച്ച് കടന്നു പോയെന്നറിയാം. പിന്നെ മാരേജിന് മുമ്പ് തൻ്റെ കാര്യത്തിൽ എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ലല്ലോ. അതാ ഒരു വളഞ്ഞ മാർഗം സ്വീകരിച്ചത്. ഹലോ, മതി ഇങ്ങനെ ഷോക്കായിട്ട് നിന്നത്. പോയി കിടക്കാൻ നോക്ക്. നാളെ കോളേജിൽ പോകേണ്ടതല്ലേ. പിന്നെ വിക്കിയും ദിയും നാളെ ക്ലാസ്സൊക്കെ കാണിച്ചു തരാൻ കൂടെ വരും. എനിക്ക് കൂടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, കുറച്ച് തിരക്കായിപ്പോയി. എന്നാ താൻ കിടന്നോ. ആഹാ, താൻ നേരത്തെ റെഡിയായോ? താങ്ക് യു.
താങ്ക് യു. എന്തിനു? ഉം, അത് പിന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്. വേണ്ടപ്പെട്ടവരെന്തെങ്കിലും ചെയ്താലേ താങ്ക്സ് പറയാൻ പാടില്ല. സോറി. സോറിയും പറയാൻ പാടില്ല. ആ എന്നാ ശരി, ഞാനിറങ്ങാം. ബൈ. ബൈ. ആ അതെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ആ എന്തായിടോ കോളേജിലൊക്കെ പോയിട്ട്? തനിക്ക് ഇഷ്ടമായോ? ഒരുപാട് ഇഷ്ടമായി. ആഹാ, ചിരിക്കാനൊക്കെ തുടങ്ങിയല്ലോ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയോ? ക്ലാസ്സൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. ആദ്യമൊക്കെ കുറച്ച് പേടിയായിരുന്നു. 2 വർഷമായില്ലേ ഞാൻ കോളേജിലൊക്കെ പോയിട്ട്. പിന്നെ വിക്കിയും ദിയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു. കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കോളേജ്. അപ്പം തനിക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയാമല്ലേ? താങ്ക് ഗോഡ്, ഇപ്പോഴെങ്കിലും താൻ എന്നോട് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിച്ചല്ലോ, അത്രേ ആശ്വാസം. മോളെ. ആ അച്ഛനോ? എൻ്റെ മോള് പഠിക്കുമായിരുന്നോ? ഏയ് ഇല്ലച്ചാ, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ അതൊന്ന് വായിച്ചു നോക്കിയെന്നേ ഉള്ളൂ. എന്തായാലും എൻ്റെ മോൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അല്ല, വിവേക് മോൻ എന്തേ ഓഫീസിൽ പോയോ? ആ പോയി അച്ഛാ. ചെറിയമ്മ വന്നില്ലേ? അച്ഛൻ ഒറ്റയ്ക്കാണോ വന്നത്? അച്ഛൻ ഒറ്റയ്ക്കാടാ വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ അടുത്ത് വരുന്ന് വന്നതാ. അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. ഇവിടെ വന്നപ്പോഴറിഞ്ഞത് ദിയമോളും വിക്കിയും പുറത്ത് പോയിക്കുവാണെന്ന്. അവർ ചിലപ്പോൾ ഉടനെ വരുമായിരിക്കും അച്ഛാ. അല്ല, ഞാൻ വിളിക്കണോ അവരെ? ഏയ് വേണ്ടടാ, അവർ പോയിട്ട് വരട്ടെ. അതുവരെ അച്ഛന് മോളോട് സംസാരിക്കാമല്ലോ. ആ സംസാരമൊക്കെ പിന്നെ, ആദ്യം ഈ ജ്യൂസ് ഓടിക്കേ. ഞാനെന്നാ താഴത്തേക്ക് പോവുക. അച്ഛനും മോക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കാണില്ലേ. രണ്ടുപേരും പതിയെ സംസാരിച്ചിട്ട് വന്നാൽ മതി. എൻ്റെ മോളോട് ഞാൻ സുഖമാണോന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ മുഖത്തെ ഈ പുഞ്ചിരി തന്നെ ധാരാളമാണ് നീ എത്രമാത്രം സന്തോഷവതിയാണെന്ന് മനസ്സിലാക്കാൻ. അച്ഛന് സുഖമല്ലേ? അച്ഛന് സുഖമാടാ. നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണെന്ന് അറിയുന്നതിൽ പരം എന്ത് സന്തോഷം അച്ഛന് വേണ്ടത്. ആ പിന്നെ അച്ഛൻ മോളോടൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചോദിക്കാനാ ഇന്നിങ്ങോട്ട് വന്നത്. എന്താ അച്ഛാ? അത് വേറൊന്നുമല്ല,
മോളും വിവേക് മോനും തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഞങ്ങൾ തമ്മിലോ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം വരാനാ? അത് പിന്നെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ടല്ലേ മോളി കല്യാണത്തിന് സമ്മതിച്ചത്. അത് കാരണം നിങ്ങൾ തമ്മിൽ... ഏയ് അങ്ങനൊന്നുമില്ല അച്ഛാ. അന്നങ്ങനെ പറഞ്ഞതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനാ. അദ്ദേഹത്തെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടാൻ ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇന്ന് വരെ ഒരു കാര്യത്തിനും അദ്ദേഹം എന്നെ വേദനിപ്പിച്ചിട്ടില്ല. സന്തോഷം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. എൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നുമുണ്ട്. അച്ഛനൊരു കാര്യം അറിയോ? എന്നെ ഒരു രാജകുമാരിയെ പോലെ ഇവിടെ എല്ലാവരും നോക്കുന്നത്. ഒരു കുടുംബം മുഴുവൻ എന്നെ സ്നേഹം കൊണ്ട് മൂടുക. അത് മതി. എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് മാത്രം അച്ഛൻ അറിഞ്ഞാൽ മതി. പിന്നെ വിവേകിനെ പോലെ ഒരാളെ കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യം തന്നെ. വിവേകേട്ടാ, ഹാ, താൻ എന്താ ഇപ്പം വിളിച്ചേ? അത് പിന്നെ വിവേകേട്ടാന്ന്. അയ്യോ, ഞാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനിനി അവനെ വിളിക്കില്ല. ഹേയ്, എനിക്കെന്ത് ഇഷ്ടക്കുറവ്? എനിക്കൊരു ഇഷ്ടക്കുറവും ഇല്ല. താനിനി മുതൽ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയാലോ? ഫ്രീ ആണെങ്കിൽ മാത്രം മതി. എന്ത് ചോദ്യമാണോ ഇത്? തനിക്ക് വേണ്ടി എപ്പോൾ വേണേലും ഞാൻ ഫ്രീയാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. എന്താടോ, തനിക്കൊന്നും സംസാരിക്കാനില്ലേ? അത് പിന്നെ എങ്ങനെ സംസാരിച്ച് തുടങ്ങണമെന്ന് ആലോചിക്കുമായിരുന്നു. എന്നോട് സംസാരിക്കാനും ഇത്രയൊക്കെ ആലോചിക്കണോ? അത് ഞാൻ... എന്തിനാടോ ഈ മുഖവരയൊക്കെ? എന്നോടല്ലേ, തനിക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഐ ആം സോറി. സോറിയോ? എന്തിന്? എല്ലാത്തിനും. എന്താടോ ഇത്? തനിക്ക് എന്ത് പറ്റിയതാ? എന്നെ എന്തിനാ എങ്ങനെ സ്നേഹിക്കുന്നത്? ഹാ, എന്താടോ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഞാനിതുവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തിന്? ഇഷ്ടത്തോടു കൂടി ഒരു നോട്ടം പോലും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? അത് കൊള്ളാം. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊടുക്കുന്ന സ്നേഹത്തിന് എന്തർത്ഥമാണോ ഉള്ളത്? നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ കാണൂ ഈ ലോകത്ത്. എന്തിനാ എന്നെ സ്നേഹം കൊണ്ട് ഇങ്ങനെ തോൽപ്പിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഒരാളും എന്നെ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. എന്തിന്? എൻ്റെ അച്ഛനെ പോലും നിങ്ങളോട് താരതമ്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതിനെല്ലാം എത്ര ഉയരെയാണ് നിങ്ങൾ. എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്താലും ഒന്നിനും പകരമായില്ലെന്നും എനിക്കറിയാം. താൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ദേ, ഇതുപോലെ എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. കണ്ടില്ലേ, ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കണമെന്ന് പോലും പറയുന്നില്ലല്ലോ. നിങ്ങൾ എന്താ എത്ര പാവമായി പോയത്? വേണ്ട കേട്ടോ, ഞാൻ അത്ര പാവമൊന്നുമല്ല. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, അതെൻ്റെ തോന്നലല്ല. സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഇത്രയും പാവമാകാൻ പറ്റുമെന്ന് നിങ്ങളെ കാണുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു. ഓ, മതി മതി, താനിങ്ങനെ എന്നെ പൊക്കിക്കൊണ്ട് എങ്ങോട്ട് പോവുക? ഏയ് ചാരു, എന്നേക്കാൾ ഇഷ്ടം എനിക്ക് നിങ്ങളെ. പക്ഷേ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഒന്ന് മാത്രം എനിക്കറിയാം, ഇന്ന് ഈ ലോകത്ത് ചാരു ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ്. എടോ,
തമാശ പറഞ്ഞതാണെന്ന് മാത്രം വിചാരിക്കരുത്. എനിക്കങ്ങനെ പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ സ്നേഹം പറയാനറിയും. അമ്പോ, പ്രപ്പോസ് ചെയ്യാൻ അറിയില്ലെന്ന് പോലും. പിന്നെ ഇവിടെ ഇപ്പം എന്തുവാ നടന്നത്? എന്തായാലും അതെനിക്കിഷ്ടമായി. അല്ല, ഇപ്പം എൻ്റെ വൈഫിന് എന്താ പറ്റി ഇങ്ങനൊക്കെ പറയാൻ? ഇനിയും പറഞ്ഞില്ലെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അതുമല്ല, എത്ര നാളായെന്നറിയോ ഇതൊന്നും തുറന്നു പറയാൻ പറ്റാതെ ഞാനിങ്ങനെ. ഐ നോ, നീ പറയാതെ തന്നെ അത് ഞാൻ എന്നെ മനസ്സിലാക്കിയതാ. എങ്ങനെ? എങ്ങനെ അറിയാതിരിക്കും? ചുറ്റും നടക്കുന്ന ഒന്നും അറിയാതെ ഈ രണ്ട് കണ്ണുകളും എപ്പോഴും എന്നെ ഫോക്കസ് ചെയ്തല്ലേ ഇരിക്കുന്നത്. അത് പിന്നെ കണ്ടായിരുന്നല്ലേ? പിന്നെ കാണാതെ ഒരാളെ നമ്മളിങ്ങനെ ഇമ്മ വെട്ടാൻ നോക്കൊണ്ടിരുന്നാലേ അതാർക്കായാലും മനസ്സിലാവും. പിന്നെ പ്രത്യേകിച്ച് ഭാര്യമാരാ നോക്കുന്നതെങ്കിൽ ഭർത്താക്കന്മാർക്ക് അതെന്തായാലും മനസ്സിലാവും. ചാരു, എന്താ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ലവ് യു. ലവ് യു ടു. അതെ, ഇനി ആ കൗച്ചിൽ കിടക്കണോ? ബെഡിൽ കിടന്നാ പോരെ? അത് വേണോ? ഓ, അതിന് ഇനി സംശയമാണോ? അല്ല, ഇപ്പോൾ നമ്മൾ പഴയതുപോലല്ലല്ലോ. സോ സോ ഏയ് ഒന്നുമില്ല, താൻ കിടന്നോ. ചേടാ, ഇവിടെ വന്ന് കിടക്കുന്നേ. ഈയടോ, അത് ശരിയാവില്ല. അതെന്താ ശരിയായാലും? അല്ല, ഈ ബെഡിൽ കിടക്കുമ്പോഴേ എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നിയാലോ. ആ, അതപ്പോഴല്ലേ? ഇപ്പോൾ വന്ന് കിടക്കാൻ നോക്ക്. ദേ, എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ, ആയിക്കോട്ടെ. ദൈവമേ, എനിക്ക് ശക്തി തരണേ. എന്താ അമ്മ നോക്കുന്നത്? ഓ, ഇത് പഴയ കുറച്ച് ആൽബംസ് ആടാ. ഷെൽഫ് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയതാ. ഇതിൽ വിവേകിൻ്റെയും വിക്കിയുടെയും പിന്നെ നന്ദുവിൻ്റെയൊക്കെ ചൈൽഡ്ഹുഡ് ഫോട്ടോസാ. ആഹാ, നോക്കട്ടെ. വാ, ഇവിടെ വന്നിരിക്കേ. ദേ, ഇതാണ് വിക്കി. ആഹാ, അവൻ എന്ത് ക്യൂട്ടല്ലേ? നല്ല ക്യൂട്ടാ. ദേ, ഇത് നമ്മുടെ നന്ദു. അച്ചോടാ, ഒരു പൂച്ചക്കുഞ്ഞിനെ പോലുണ്ട്. ആ, ചെറുപ്പത്തിലേ വിക്കി അവളെ അങ്ങനെ വിളിച്ചിരുന്നത്. അതിൻ്റെ പേരിൽ രണ്ടും കൂടെ എന്തുമാത്രം തല്ലുകൂടിയിട്ടുണ്ടെന്നോ. അമ്മ, ഇതാരാ? ആ, ഇതാ വിവേക്. വിവേകേട്ടനോ? അതെ. ദൈവമേ, ശരിക്കും ഇത് തന്നെ ആയിരിക്കുമോ? എന്തു പറ്റി മോളെ? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ലമ്മ. ചാരു, അവിടെ നിൽക്ക്. ആ, ചാരു വന്നോ മമ്മ? അല്ല, മമ്മ എന്തിനാ അവളെ വിളിക്കുന്നത്? എടാ, അവളിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അവൾ വന്നപ്പോൾ ദേ ഞാനിവിടെ ഇരുന്ന് പഴയ ആൽബംസ് ഒക്കെ നോക്കുമായിരുന്നു.
അപ്പോൾ അവളും എൻ്റെ കൂടെ വന്നിരുന്ന ഫോട്ടോസൊക്കെ നോക്കി. നിൻ്റെ ഫോട്ടോ കണ്ടപ്പം എന്താണെന്നറിയാൻ പാടില്ല, അവളുടെ മുഖമൊക്കെ അങ്ങ് വല്ലാതായി. ഇതാരാന്ന് ചോദിച്ചപ്പോൾ നീയാണെന്ന് ഞാനും പറഞ്ഞു. അപ്പോഴത്തേക്കും ദേ അവൾ മുകളിലേക്ക് ഓടിപ്പോയി. ഓ ഷിറ്റ്. മമ്മ അവൾ എൻ്റെ ഫോട്ടോ തന്നെയാണോ കണ്ടത്? അതേടാ ചെറുക്ക, അത് കണ്ട ഉടനെ അവൾ എണീച്ച് മുകളിലോട്ട് ഓടി. ഓ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തു പറ്റിയടാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് മമ്മ, ഞാൻ ചാരുവിനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ആ ചെന്ന് സംസാരിക്കേ. എന്താ ദൈവം ഇതൊക്കെ? ഇത്രയും നാള് എൻ്റെ കൂടെ നിഴൽ പോലും ഉണ്ടായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഇനി വിവേകട്ടൻ എന്നെ മറന്നുപോയി കാണുമോ? അതോ എല്ലാം അറിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് അഭിനയിക്കുന്നതായിരിക്കുമോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ചാരു, ഐ ആം സോറി എടോ. തന്നോട് നേരത്തെ പറയണമെന്ന് വെച്ചതാ. പക്ഷേ പിന്നെന്തിനാ എന്നെ ഇത്ര നാൾ പൊട്ടം കളിപ്പിച്ചത്? എന്നോട് എന്തിനാ ഇതൊക്കെ മറച്ചു വെച്ചത്? മനഃപൂർവ്വം അല്ലടോ. സ്പെഷ്യലായിട്ട് തന്നെ ഇതൊക്കെ പറഞ്ഞ് സർപ്രൈസ് ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനു മുമ്പ് താൻ ഇതൊക്കെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? താങ്ക് യു. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ല, ഈ താങ്ക്സ് എന്തിനാണാവോ? എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന്, അന്നും ഇന്നും എപ്പോഴും എനിക്ക് സന്തോഷം മാത്രം തരുന്നതിന്, എനിക്ക് വാക്ക് വന്ന പോലെ എനിക്കെല്ലാം തന്നതിന്. അതെ. എന്താ? അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? താൻ പെട്ടെന്ന് മുകളിലേക്ക് ചാടിക്കയറി വന്നതുകൊണ്ടേ മമ്മ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. ഇനി അവരോടായിട്ടെല്ലാം മറച്ചു വെക്കണോ? അവരോടങ്ങ് പറഞ്ഞാൽ പോരെ? എല്ലാവരോടും പറയണം. എന്നാ വാ, ഒരുമിച്ച് പോയി പറഞ്ഞിട്ട് വരാം. അല്ല മമ്മ, ചേച്ചിക്ക് എന്ത് പറ്റിയതാ? എനിക്കറിയാൻ പാടില്ലടാ ചെറുക്ക, അവൾ പെട്ടെന്ന് റൂമിലേക്ക് ഓടിപ്പോയി. എന്തായാലും വിവേക് പോയിട്ടുണ്ട്, ഇപ്പം വിളിച്ചുകൊണ്ട് വരും. ദേ ചാരുമോള് വരുന്ന. എൻ്റെ പൊന്നു മോളെ, നിനക്ക് എന്ത് പറ്റിയതാ? നീ എന്തിനാ പെട്ടെന്ന് റൂമിലേക്ക് ഓടിയത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ. എന്നിട്ട് ഏട്ടത്തിയുടെ കണ്ണെന്താന്ന് അറിഞ്ഞിരിക്കുന്നത്? ചേച്ചി കരഞ്ഞോ? എന്തു പറ്റി ഏട്ടത്തി? എന്തിനാ കരഞ്ഞത്? എൻ്റെ ദൈവമേ, നിങ്ങളൊരു ഗ്യാപ്പ് തരുമോ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട്? പിന്നെ കൊച്ചിന് എന്താ പറ്റിയെന്ന് അറിയണ്ടേടാ ചെറുക്ക. കൊച്ചിന് എന്താ പറ്റിയെന്നേ ഞാൻ പറഞ്ഞുതരാം. ആദ്യം എല്ലാവരും അവിടെ പോയിരിക്കാൻ നോക്ക്. എല്ലാവരും ഇരുന്നല്ലോ, ഇനി പറ, മോക്ക് എന്ത് പറ്റിയതാ? ആക്ച്വലി ഇതിന് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ട്. അതിന് നമ്മൾ ചെറുതായിട്ട് ഒരു 15 വർഷം പുറകിലേക്ക് പോകേണ്ടി വരും. 15 വർഷമോ? അതെ, 15 വർഷം പുറകിലേക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ചാരുവിനെ കാണുന്നത്. ഈ കുട്ടി എന്തിനാ കരയുന്നത്? ഹലോ ക്രൈ ബേബി. ഞാൻ ക്രൈ ബേബി ഒന്നും അല്ല. ഓ, അപ്പൊ പിന്നെ കരയുന്ന കുട്ടികളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? അയ്യേ, നീ കരയാതിരിക്കേ. അല്ല, നീ എന്തിനാ കരയുന്നത്? അത് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അയ്യേ, അമ്മ വഴക്ക് പറഞ്ഞതിനാണോ കരയുന്നത്? എൻ്റെ മമ്മ എന്നെ വഴക്ക് പറയാറുണ്ടല്ലോ, എന്നിട്ട് ഞാൻ കരയില്ലല്ലോ. അതുമല്ല, നല്ല കുട്ടികൾ കരയാൻ പാടില്ലെന്നാ എൻ്റെ മമ്മ പറയുന്നത്. അത് നിന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമായോണ്ടാ അങ്ങനെ പറയുന്നത്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അതെന്താ? നിന്റെ അമ്മയ്ക്ക് എന്താ നിന്നെ ഇഷ്ടമല്ലാത്തത്? അതെൻ്റെ ചെറിയമ്മയാ. പക്ഷേ എനിക്കെൻ്റെ അമ്മയെ പോലെ ചെറിയമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ അമ്മയെന്ന് വിളിക്കാൻ
ഞാനൊന്നും സമ്മതിക്കില്ല. നീ എന്തിനാ ചെറിയമ്മ അമ്മയെന്ന് വിളിക്കുന്നേ? നിന്റെ അമ്മയെ നിനക്ക് അമ്മയെന്ന് വിളിച്ചാ പോരെ? അതിന് എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മ സ്വർഗത്തിലാണെന്ന് അച്ഛൻ പറഞ്ഞത്. ഓ, നിന്റെ അമ്മ അപ്പൊ ശരിക്കും മരിച്ചുപോയോ? ഞാൻ ജനിച്ചപ്പോ മരിച്ചുപോയെന്നാ അച്ഛൻ പറഞ്ഞത്. അമ്മയുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ഓ, അപ്പൊ നീ നിന്റെ അമ്മയെ കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷേ ഫോട്ടോയിലാന്ന് മാത്രം. സാരമില്ല, നീ കരണ്ടാട്ടോ. ചെറിയമ്മയുടെ വയറ്റില് കുഞ്ഞാവയുണ്ട്. പക്ഷേ കുഞ്ഞാവ എന്നെ കാണിക്കില്ലെന്ന് ചെറിയമ്മ പറഞ്ഞു. അതാ ഞാൻ കരഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ട കുഞ്ഞാവയ്ക്ക് വയ്യാതെ വരുമെന്നാ ചെറിയമ്മ പറഞ്ഞത്. എൻ്റെ മമ്മയുടെ വയറ്റിൽ കുഞ്ഞാവയുണ്ടല്ലോ. എന്നിട്ട് എൻ്റെ മമ്മ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ, നിന്റെ മമ്മ അങ്ങനെ പറഞ്ഞോ? എന്നിട്ട് ചെറിയമ്മ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞത്? അത് ചിലപ്പോ നിന്റെ ചെറിയമ്മ നിന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും. അല്ല, ചെറിയമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. നിനക്ക് നിന്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ടോ? ആ, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നീ കരയണ്ടാട്ടോ. നിനക്ക് വേണേ ഞാൻ എൻ്റെ മമ്മയെ തരാം. എൻ്റെ മമ്മ ഒരു പാവാ. മമ്മയ്ക്ക് നിന്നെ ഉറപ്പായിട്ടും ഇഷ്ടമാകും. ശരിക്കും നിന്റെ മമ്മ എനിക്ക് തരുമോ? പിന്നെന്താ, തരാലോ. എൻ്റെ മമ്മയെ മാത്രമല്ല, എൻ്റെ പപ്പയും പിന്നെ ഞങ്ങളുടെ കുഞ്ഞാവയും നിനക്ക് തരാം. പ്രോമിസ്? പ്രോമിസ്. ഇനി നീ കരയണ്ടാട്ടോ. മോളെ ചാരു, അച്ഛാ, ചെറിയമ്മ എന്താ അച്ഛാ? കുഞ്ഞാവ എപ്പ വരും? കുഞ്ഞാവ കുറച്ച് നാൾ കഴിയുമ്പോൾ വരും. മോള് വാ, നമുക്ക് വീട്ടിൽ പോവാം. ചെറിയമ്മ നമ്മളെ അവിടെ കാത്തു നിൽക്കുക. ഏയ് ക്രൈ ബേബി, എന്റെ പേര് ക്രൈ ബേബി എന്നല്ല. ആഹാ, അതാരാ മോളെ? അതെന്റെ പുതിയ ഫ്രണ്ടാ അച്ഛാ. ഞാനിപ്പോ വരാവേ. പിന്നെ ഇനി ഞാൻ നിന്നെ കാണുമ്പോ നീ പ്രോമിസ് ചെയ്ത പോലെ എനിക്ക് നിന്റെ മമ്മയും പപ്പയും കുഞ്ഞാവേനും തന്നേക്കണം, കേട്ടല്ലോ? ഓക്കെ, നിനക്ക് ഞാൻ തന്നേക്കാം. പിന്നെ എൻ്റെ പേര് ക്രൈ ബേബി എന്നല്ല. പിന്നെ എന്താ നിന്റെ പേര്? ചാരു. എൻ്റെ പേര് ചാരു എന്നാ. മോനെ, അയ്യോ, എൻ്റെ മമ്മ വിളിക്കുന്നു. ഞാൻ പോവാട്ടോ, പിന്നെ കാണാം. ബൈ. ഇതെന്താ ആരും അനങ്ങാത്തത്? എടാ കള്ള, അപ്പൊ നീ ചെറുപ്പത്തിലെ കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്തിട്ടിരിക്കുവായിരുന്നല്ലേ? കോൺട്രാക്റ്റോ? എന്ത്? അല്ല, ഞങ്ങളെയൊക്കെ അവക്ക് കൊടുക്കാന്ന് 10-15 വർഷം മുമ്പ് എൻ്റെ മോനല്ലേ പറഞ്ഞത്. അല്ലടാ മോനെ, ഇത്രയും വർഷത്തിന് ശേഷം ചാരുവിനെ കണ്ടപ്പോൾ നിനക്ക് എങ്ങനെ മനസ്സിലായി? എൻ്റെ പൊന്നു പപ്പ, ഇവളെ കണ്ടാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാ? ചാരുവിനെ പുറത്ത് വെച്ച് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി എന്നുള്ളത് നേരാ. ബട്ട് ഇതാണാ പണ്ടത്തെ ചാരു എന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ പെണ്ണ് കാണാൻ ഇവരുടെ വീട്ടിൽ ചെന്നപ്പോഴേ അങ്കിളിനെ കണ്ടപ്പോഴാണ് പഴയതൊക്കെ ഞാൻ ഓർത്തത്. എടാ കള്ള, എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ? അത് പിന്നെ ആ ടൈമിൽ ഞാനും ആകെപ്പാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ ചാരുവിനെ കുറിച്ച് നീ പറഞ്ഞ കാര്യവും ദിയ പറഞ്ഞ കാര്യമൊക്കെ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കെല്ലാം ഏകദേശം ഒന്നും മനസ്സിലായത്. അതോടെ എൻ്റെ സംശയമെല്ലാം ക്ലിയറായി. എന്നിട്ട് നീ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? അത് ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് തരണമെന്ന് വിചാരിച്ചിരുന്നതാ. ബട്ട് ആൽബം കണ്ടതോടെ ചാരുവിനെല്ലാം ഓർമ്മ വന്നു. അങ്ങനെ എൻ്റെ സർപ്രൈസും വെള്ളത്തിലായി. സത്യമായിട്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇവളെ ഞാൻ കണ്ടുമുട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അതാണ് മോനെ വിധി. നിനക്കവളെ വിധിച്ചത് കൊണ്ടാണ് ദൈവം വീണ്ടും അവളെ നിന്റെ കൺമുന്നിലെത്തിച്ചത്. നീ കൊടുത്ത വാക്ക് ദൈവത്തിന് നല്ല ഓർമ്മയുണ്ട്. അല്ല, വാക്ക് പാലിച്ചതൊക്കെ ഓക്കെ, പക്ഷേ ഏട്ടൻ്റെ ഫ്ലാഷ് ബാക്കിൽ എന്നെ ഒന്ന് മെൻഷൻ ചെയ്തത് പോലും ഇല്ലല്ലോ.
ഓ എടി പൊട്ടി, അതിന് നീ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഇവള് ജനിച്ചത് തന്നെ അത്ഭുതമാണ്, അപ്പോഴാ മെൻഷൻ ചെയ്യുന്നത്. ആ നീ പോടാ പിശാചേ. വിവേകേട്ടാ, ഒന്ന് എഴുന്നേക്ക്. ചാരു, ഒരു 5 മിനിറ്റ്സ് കൂടെ. ദേ മനുഷ്യ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഇന്ന് എനിക്ക് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ദിവസമാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? ഓ ഷിറ്റ്, സോറി ചാരു, ഒരു 10 മിനിറ്റ്സ് മതി, ഞാൻ ഇപ്പം റെഡി ആയിട്ട് വരാം. ഹാ, നിങ്ങൾക്കല്ലെങ്കിൽ ഇപ്പം എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലോ. എന്തുവാ ചാരു, ഓഫീസിലെ തിരക്ക് കാരണം ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നല്ലേ ഉള്ളൂ. അതെ, നിങ്ങൾക്കിപ്പോൾ ഓഫീസിലെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. എന്താ അവളുടെ പേര്? ആ, ആൻസി. അവളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എടി, അത് ഓഫീസിലെ കാര്യമല്ലേ സംസാരിക്കുന്നത്. എവിടുത്തെ കാര്യമാണേലും നിങ്ങൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഷെടാ, എങ്ങനിരുന്ന പെണ്ണായത്. തല നിവർത്തി നേരെ ചൊവ്വേ മനുഷ്യനോട് സംസാരിക്കില്ലായിരുന്നു. ആ അവളാ ഇപ്പം എൻ്റെ തല തിന്നുന്നത്. ഓ, അപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് കുഴപ്പം. എൻ്റെ പൊന്ന് ചാരു, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. ആ, നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ കളയാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിലേ അതങ്ങ് മനസ്സിൽ വെച്ചേക്ക്. അതാ നിങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും നല്ലത്. അമ്മ തായേ, ഞാൻ ഒന്നിനുമില്ല. നീ ഒരു 10 മിനിറ്റ് സമയം താ, ഞാൻ ഇപ്പം റെഡി ആയിട്ട് വരാം. വിവേകേട്ടാ, എന്നെ വൈകിട്ട് വിളിക്കാൻ വരില്ലേ? ആ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. വരാന്ന് പറഞ്ഞിട്ട് മറക്കില്ലല്ലോ. എൻ്റെ പൊന്നോ, ഞാൻ മറക്കത്തില്ല. അല്ലെങ്കിലും എനിക്കങ്ങനെ മറക്കാൻ പറ്റുമോ? ഇന്ന് എൻ്റെ കൊച്ചിന് ജോലി കിട്ടിയതിൻ്റെ സെലിബ്രേഷൻ അല്ലേ. അത് ഓർമ്മയുണ്ടായാൽ മതി. അല്ല, നിൻ്റെ അച്ഛനും അമ്മയും വരില്ലേ? ആ, ഇപ്പം പഴയ പോലൊന്നും അല്ലല്ലോ. നിൻ്റെ അമ്മയ്ക്ക് നിന്നോടിപ്പം മുടിഞ്ഞ സ്നേഹമല്ലേ. ഓ, പഴയ കാര്യം വിട്ടേക്ക് വിവേകേട്ടാ. ആഹാ, അതൊക്കെ ഞാൻ എങ്ങനെ മറക്കും. നിൻ്റെ ലൈഫിലെ വൺ ആൻഡ് ഓൺലി വില്ലത്തിയല്ലായിരുന്നു അവർ. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. ആ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നാലും നിൻ്റെ അമ്മയുടെ മാറ്റം ആലോചിച്ചിട്ട് എനിക്ക് ചിരി വരുന്നത്. ഇപ്പം വീണ വീഴ്ച അവരൊരു 10-15 കൊല്ലം മുമ്പ് വീണിരുന്നെങ്കിലേ നിൻ്റെ ലൈഫിലെ പല ട്രാജഡീസ് ഒഴിവാക്കായിരുന്നു. ആ, ഒരു മാസം ബെഡിൽ കിടന്നപ്പോഴല്ലേ അവർ നിൻ്റെ വില മനസ്സിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ അതവർക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു. മതി വിവേകേട്ടാ, ഇപ്പം അമ്മ പാവമല്ലേ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അയ്യോ, കോളേജെത്തി. വൈകിട്ട് കാണാം. ഹേയ്, നിക്ക്. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചാരുവും വിവേകും ഇതുവരെ വന്നില്ലല്ലോ ഏട്ടാ. വൈകിട്ട് പാർട്ടി ഉണ്ടെന്ന് അറിയാവുന്നതല്ലേ രണ്ടിനും. അവരിങ്ങ് വന്നോളും, നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ആഹാ, ദേ വരുന്നല്ലോ ഏട്ടനെ ഏട്ടത്തി. എന്താ പിള്ളേരെ നിങ്ങൾ ലേറ്റായത്? വൈകിട്ട് ഇവിടെ പാർട്ടി ഉള്ള കാര്യം നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. ഞാനല്ല അമ്മ, ദേ അമ്മയുടെ മോനാ എന്നെ പിക്ക് ചെയ്യാൻ വരാൻ ലേറ്റായത്. അത് പിന്നെ ഓഫീസിൽ കുറച്ച് തിരക്കായിരുന്നു. അല്ല, അതിനധികം സമയമൊന്നും ആയില്ലല്ലോ. ചാരുവിൻ്റെ അച്ഛനും അമ്മയും വന്നോ? ഏയ്, ഇതുവരെ എത്തിയില്ല, ഇപ്പൊ വരും. മോളെ. അച്ഛാ? അച്ഛൻ മാത്രമല്ല, അമ്മയുണ്ട്. അതെനിക്കറിയാലോ എൻ്റെ അമ്മ വരുമെന്ന്. ആ, നമ്മളിവിടൊക്കെ ഉണ്ട്. അമ്മയ്ക്കിപ്പം മൂത്ത മകളെ മാത്രം മതി. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, നിന്റെ സപ്ലൈ ഒക്കെ ക്ലിയർ ആയോടി? ഇല്ല, 2 എണ്ണം കൂടെ ഉണ്ട്. ഒരു കൊച്ചു വരെ ആയി, എന്നിട്ട് അവൾക്ക് ഇതുവരെ സപ്ലൈ ക്ലിയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. നീ ചാരുമോളെ കണ്ടുപഠിക്ക്.
ആ അല്ലേലും അമ്മയ്ക്ക് ഇപ്പം ചേച്ചിയെ മാത്രം മതിയല്ലോ. അയ്യോ മതി മതി, അമ്മയും മോളും ഇപ്പം നേരിട്ട് കണ്ടാൽ തന്നെ അടിയാണല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടാ? ഈ അമ്മയല്ലേ ആദ്യം തുടങ്ങിയത്. മതി, ഇനി പിന്നെ അടിയിടാം. ആദ്യം എല്ലാവർക്കും ഫുഡ് കഴിക്കാം. ആ അതാ നല്ലത്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി ചാരുവിനോടും വിവേകിനോടും ഞങ്ങൾക്ക് പാരൻസിന് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്. ആ എന്താ മമ്മ? വേറൊന്നുമല്ല, നിങ്ങളെന്താ ഞങ്ങൾക്കൊരു പേരക്കുട്ടിയെ തരാത്തത്? അത് അമ്മ. അതും ഇതും ഒന്നും പറഞ്ഞ് ഇനി ഒഴിഞ്ഞു മാറാന്ന് രണ്ടുപേരും വിചാരിക്കണ്ട. ഞങ്ങൾക്ക് എന്തായാലും ഒരു പേരക്കുട്ടിയെ വേണം. അവർക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പം എന്തിനാ മമ്മ നിർബന്ധിക്കുന്നത്? പിന്നെ മമ്മയ്ക്കൊരു പേരക്കുട്ടി വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ആണെങ്കിൽ അല്ല, ഞങ്ങൾ ഫ്രീ ആണ്, അല്ലേ ദിയേ? വേണ്ടേ, ഒരു കയ്യേലത്തിൽ നിന്ന് അങ്ങോട്ടെങ്ങാനും മാറിയിരുന്നോണം. മനുഷ്യൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അവൻ്റെ ഒരു വർത്താനം. നീയേ ആദ്യം അവൾക്ക് സപ്ലി ക്ലിയർ ചെയ്യാൻ സമയം കൊടുക്ക്. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നീ പൊടി. ദൈവമേ, പെട്ട്. നീ റൂമിലോട്ട് വാട്ടോ. സബാഷ്, അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം എന്താ? ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 5-6 വർഷം കഴിഞ്ഞില്ലേ? ഇതുവരെ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് നിങ്ങളെ ഞങ്ങൾ ശല്യം ചെയ്തിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യാനും സമയം വേണമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതാ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞ് നിങ്ങളെ ഞങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാതിരുന്നത്. ബട്ട് ഇപ്പം അങ്ങനെ അല്ലല്ലോ. പിന്നെ ഉടനെ ഒരു കുഞ്ഞു വേണമെന്നൊന്നും ഞങ്ങൾ വാശി പിടിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് ഇതിനെപ്പറ്റി ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കണം. പറയാൻ പാടില്ല എന്നെനിക്കറിയാം, എന്നാലും മമ്മ പറയുക, ഈ ഒരു കാര്യമെങ്കിലും നീ നിന്റെ അനിയനെ കണ്ട് പഠിക്കടാ. ദൈവമേ, ഇനി എന്താ പറയുക? രണ്ടുപേരും ഇനി ഇരുന്ന് വിയർക്കണമെന്നൊന്നുമില്ല. ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ തീരുമാനം പോലെ. മനുഷ്യൻ നാണം കെട്ട്. ചാരു, ചാരു, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അതിന് ഞാനെന്ത് ചെയ്തിട്ടാ? നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അതാ എൻ്റെ പ്രശ്നം. ആ നിങ്ങൾക്കറിയോ, അമ്മമാർ ഇന്നങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. അതിന് നമ്മൾ കുഞ്ഞിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ഇല്ല, സംസാരിച്ചിട്ടില്ല. എന്താ സംസാരിക്കാത്തത്? അല്ല, നിനക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് പയ്യെ അതേപ്പറ്റി ആലോചിക്കാന്നാ വിചാരിച്ചത്. അതിന് ജോലി ഇതും തമ്മിൽ എന്താ മനുഷ്യബന്ധം? അത് പിന്നെ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. ആ എന്തുവാ? മനുഷ്യ, നിങ്ങളോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് കുഞ്ഞിനെ വേണ്ടെന്ന്? ഇല്ല. ആ അപ്പം നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ? ഓ, ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു മാങ്ങത്തൊലി മനസ്സിലാവുന്നില്ലല്ലോ. ഓ, അപ്പോൾ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു.
അതിന് നിങ്ങളെന്തിനാ എൻ്റെ അടുത്തോട്ട് വരുന്നത്? ഉം, പിന്നെ അടുത്തോട്ട് വരാതെ കുഞ്ഞുങ്ങളെങ്ങനെ ഉണ്ടാവും? അത് പിന്നെ ഉം, ഏത് പിന്നെ? അയ്യോ, ഞാൻ എൻ്റെ ഫോൺ കിച്ചണിൽ നിന്ന് എടുക്കാൻ മറന്നു. ഉം, നിന്റെ ഫോൺ എവിടെയും പോയിട്ടില്ല. ദേ അതാ ടീപ്പോടെ പുറത്തിരിപ്പുണ്ട്. പിന്നെ ഇന്നെൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്നേ മോള് വിചാരിക്കണ്ട. വിവേകേട്ടാ, ഇപ്പം തന്നെ വേണോ? പിന്നെ വേണ്ടേ? അല്ല, ഇനിയും സമയമുണ്ടല്ലോ, നാളത്തേക്ക്. നാളത്തേക്കോ? അതൊന്നും പറ്റത്തില്ല. ഇറ്റ്സ് ടു ലേറ്റ് മോളെ.